CPMന്റെ നേതൃത്വത്തിൽ കൃഷ്ണപുരം വാർഡ് 16 ജനകീയ സംഗമം നടത്തി. CPM ഏരിയ സെന്റർ അംഗം ബി അബിൻ ഷാ ഉദ്ഘാടനം ചെയ്തു. CPMന്റെ നേതൃത്വത്തിൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ ജനകീയ സംഗമം സംഘടിപ്പിച്ചു. മുതിർന്ന പ്രവർത്തകരെ ആദരിക്കൽ, ആശ ഹരിതകർമ്മസേന പ്രവർത്തകരെ ആദരിക്കൽ, വിദ്യാഭ്യാസ അവാർഡ് ദാനം, കലാമത്സരങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ജനകീയ സംഗമം CPI ഏരിയ സെന്റർ അംഗം ബി അബിൻ ഷാ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സ്വാഭാവികമായി എന്താണ് എന്നറിയില്ല, ഇടതുപക്ഷത്തിന് ജനം സ്വീകരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ആലപ്പുഴയിൽ മാത്രമാണ് ജയിച്ചത്. അന്ന് ഇവിടെ കോൺഗ്രസും എല്ലാം പറഞ്ഞു ഇനി ഇടതുപക്ഷത്തിന് തിരിച്ചുവരവില്ല. തൊട്ടടുത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇടിച്ചു വാരി. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് പറഞ്ഞു തുടർ ഭരണമില്ലല്ലോ കേരളത്തിൽ. പക്ഷേ നമ്മൾക്ക് വോട്ട് ചെയ്യാതിരുന്ന ജനം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരുന്ന ജനം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മഹാഭൂരിപക്ഷത്തോടു കൂടി നമ്മളെ വിജയിച്ചു. എന്നാൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും നമ്മൾ പുറകിലേക്ക്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രൂപത്തിൽ CPIMനെ സംബന്ധിച്ചിടത്തോളം ഭരണമല്ല നമ്മുടെ വിഷയം. നമ്മുടെ മുന്നിലുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുക, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് CPIM എന്ന പാർട്ടിയുടെ നയമെന്നുള്ളത് നാം ബോധ്യപ്പെടണം. ഇപ്പോൾ വയനാട് ദുരന്തം സംഭവിച്ചു. ഈ വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വയനാട്ടിലേക്ക് മാറ്റി മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു ശൃംഖല തന്നെ വയനാട് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഒരു ഗവൺമെൻറ്റിനും അത് കഴിയില്ല. മുഖ്യമന്ത്രി തന്നെ വയനാട് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചുകൊണ്ട് ദിവസങ്ങളോളമാണ് അദ്ദേഹം വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. റവന്യൂ മന്ത്രി രാജൻ അദ്ദേഹം ഇന്നും വയനാട്ടിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറിയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വയനാട്ടിലെ ദുരന്തം സ്വന്തം ദുരന്തമായി ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു വലിയ വിപത്തിനെ നേരിടുന്നതിന് ജനങ്ങളെ സമാശ്വസിപ്പിക്കുകയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ടു, അവരുടെ സ്വത്ത് നഷ്ടപ്പെട്ടു, അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു, കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ നഷ്ടപ്പെട്ട ആ മുഴുവൻ അവർക്ക് തിരിച്ചു നൽകേണ്ടതായിട്ടുണ്ട്. അവർക്ക് അവിടെ ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവിടെ വീണ്ടും അവരെ ജീവിപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. സംഘാടക സമിതി ചെയർമാൻ ടി ദിലീപ് കുമാർ അധ്യക്ഷനായി. സംഘാടക സമിതി കൺവീനർ MV ശ്യാം, ശ്രീജ സന്തോഷ്, ഋഷികേശ് അമ്പനാട്, S ശിശുപാലൻ, വത്സല ദിവാകരൻ, റസീന എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.